താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പോൾ നിങ്ങളുടെ കോപ്പറേഷന് വളരെയധികം താങ്ക് യു. ആദ്യം നമ്മുടെ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ നിസാർ അമ്പായക്കോടം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ബെല്ലൈക്കണൊന്ന് അമർത്തൂ. ഞാനും ഇന്നലെ എൻ്റെ സുഹൃത്തുക്കളായ ഉസാമയും അബ്ദുൽ അസീസും ഇന്നലെ ലുലു മാളിൽ പോയിരുന്നു, നമ്മുടെ ജിദ്ദയിലെ അമീർ ബവാസിൽ. അവിടെ വേൾഡ് ഫുഡിനോടനുബന്ധിച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ആക്ടർ അഥവാ നമ്മുടെ മൂസക്കായുടെ ഫാത്തുമ്മ വന്നു. ഞാൻ ആ നടിനെ പറ്റി അഭിമാനിക്കുകയാണ്. കാരണം പല നടന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സെൽഫിയൊക്കെ എടുക്കാൻ പറയുമ്പോൾ അവർ നമ്മളെ ധിക്കരിക്കും. ഈ നടി നല്ല രീതിയിൽ എല്ലാവരുടെയും അടുത്ത് ചെന്ന് പിന്നെ സെൽഫി എടുക്കാനുള്ളൊരു അവസരം നൽകി. നല്ല ഒരു ആക്ടർ, വളരെയധികം ഒരു സന്തോഷം തോന്നി. ഇനി ബാക്കി നമ്മുടെ പാത്തു എന്തൊക്കെയാണ് ജനങ്ങളോട് പറയുന്നത്, കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ബാക്കി നിങ്ങൾ കണ്ട് ആസ്വദിക്കുക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അഭിമാനിക്കുന്നു. താമരശ്ശേരി ആ ഭാഗത്ത് ഒരു 80 വർഷം 80 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു 70 വയസ്സൊക്കെ ഉള്ള നിങ്ങളെ ഉമ്മൂമ്മമാരൊക്കെ സംസാരിക്കുന്നത് പോലുള്ള സംസാര രീതി വേണമെന്ന് മീഡിയ വണ്ണ് പറഞ്ഞപ്പോ അവിടെയുള്ള ബീത്താത്തന്റെ അമിതാത്തന്റെ അടുത്തൊക്കെ പോയപ്പോഴാണ് ഓരൊക്കെ പറഞ്ഞത് അത് ആട്ടെ കീഞ്ഞ് പാഞ്ഞാളിഞ്ഞ് കൊയമാന്തല് വയസ്സായ എന്നൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും ആരും പറയുക പോലുമില്ല. അതുപോലുള്ളത് പറയണമെന്നും പിന്നെ കുറച്ചും കൂടെ ഓവറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മൂസക്കായ്ക്കും അതുപോലെ റിസ്വാനും റസിയയ്ക്കും ഒക്കെ നമ്മളായിട്ട് അടി ഉണ്ടാക്കാനും ആ കഥയൊക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റും എന്നുള്ളത് കൊണ്ട് ആണ് അങ്ങനെ ആ പാത്തു നിങ്ങളിലേക്കൊക്കെ എത്തിയത്. ആ കഥാപാത്രത്തിനോടുള്ള സ്നേഹം ഞാൻ സിനിമ ചെയ്യുമ്പോഴും നിങ്ങളെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ നമ്മള് പറയുന്നത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, എല്ലാവരോടും അവരുടെ ഫസ്റ്റ് ബിരിയാണി എക്സ്പീരിയൻസ് പറയാൻ. അവർ കുക്ക് ചെയ്തത്, പക്ഷെ ഓർക്കൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് മാത്രം ഒന്നോട് എക്സ്പീരിയൻസ് വന്നു. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ടുണ്ടെന്നാ പറയണത്. ആദ്യം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ? ഞാൻ ബിരിയാണി കഴിക്കലും മിക്കവാറും ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാ ഞാൻ ബിരിയാണി കഴിച്ചതൊന്നും എനിക്ക് ഓർമ്മല്ല. പക്ഷെ പെരുന്നാളിന്റെ സമയത്ത് ഇപ്പോ ഞങ്ങള് നെൽക്കുനിയില് തൊട്ട് അടുത്തുള്ള എല്ലാ വീടുകളിലും പോയിട്ട് ബിരിയാണി ചെറിയ പെരുന്നാളിനാണെങ്കിലും വലിയ പെരുന്നാളിനാണെങ്കിലും ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. അമിഞ്ഞാട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള പുത്ത വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ആദ്യം തന്നെ ചാർട്ട് ചെയ്യും. 11 മണിയാകുമ്പോ ഇന്ന വീട്ടിൽ പോകണം, 12 മണിയാകുമ്പോൾ അടുത്ത വീട്ടിൽ പോകണം, ഒരു 1:30 ആകുമ്പോൾ അടുത്ത വീട്ടിൽ, അങ്ങനെ ഒരു വൈകുന്നേരം ഒരു 5 മണി വരെ ബിരിയാണി കഴിക്കാറുണ്ട്. ബിരിയാണി അല്ല, എന്താണ് നെയ്ച്ചോറും കോഴി എന്താണെങ്കിലും ഇട്ടിട്ട് അത് കഴിച്ച് സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഞാൻ ഉരുളും വേഗം ദഹിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോഴും ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള മുസ്ലിം ഫാമിലിയാണ്. അപ്പൊ അവിടെ പോയിട്ട് ഈ പെരുന്നാളിനും ഫസ്റ്റ് കിച്ചൺ മെമ്പർ ഓർമ്മ ആദ്യമായിട്ട് കുക്ക് ചെയ്തത് എല്ലാം നടന്നോ? ഞാൻ എന്നും കുക്ക് ചെയ്യലുണ്ട്. നിങ്ങൾ സ്വന്തം കുക്ക് ചെയ്യുന്നതാ? എനിക്ക് വേണ്ട ഫുഡൊക്കെ ഞാൻ തന്നെ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യത്തെ നിങ്ങൾ എന്താ ഫസ്റ്റില് വെച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? നിങ്ങൾ കുറച്ച് 4 ആളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളെ ഭാഗത്തുനിന്നായിട്ട് വെച്ചു കൊടുക്കുമല്ലോ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും? അങ്ങനെ ഞാൻ ആർക്കും ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ആർക്കും വെച്ചിട്ടില്ല. അങ്ങനെ ആർക്കും വെച്ച് കളവിട്ടില്ല. എപ്പോഴും പോയി ഇങ്ങനെ തിന്നുക, അതിന്റെ ഒരു സുഖം വേറെയല്ലേ. നിങ്ങൾ ഇങ്ങനെ തിന്നി തന്നെയാണ് മുഖത്തിന്റെ മുഖം നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉപകരണയിലേക്ക് ഒന്ന് കേറുക, ഒരു കയ്യില് കഴുകി കൊടുക്കുക, ഒരു പച്ചമുളക് കൊടുക്കുക, ഒരു ഇഞ്ചി ചേർത്ത്, വല്ലാത്തൊരു പകയം തന്നെ. ഒന്ന് നീട്ടിക്ക് മാതൃകാ പുരുഷനായിട്ട് കാണണ്ടേ. ഉപകരണം ഫസ്റ്റ് ബിരിയാണി എക്സ്പീരിയൻസ് പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ ഇവിടെയുള്ള പെണ്ണുങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, നമ്മള് അല്ലെങ്കിൽ നിങ്ങളെല്ലാരും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഭർത്താക്കന്മാർ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പാത്രം എടുത്തു തരുന്നതോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ?
ഉറക്കെ പറയണം, അല്ലെങ്കിൽ ആകെ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഹെൽപ്പ് കിട്ടൂല കേട്ടോ. അല്ലേ? ഇല്ലേ? സത്യമല്ലേ? ഇതുപോലെയാണോ വേണ്ടത്? ഈ നീല ഷർട്ട് ഡെക്കായിമാര് വെറുതെ വന്ന് കുത്തിരിക്കാൻ തിന്നാ ഓക്കെ. നിങ്ങള് പറഞ്ഞതുകൊണ്ട് ഞാന് മുമ്പരെ വെറുതെ ഉണ്ടല്ലേ വലിച്ച് കീറി നമ്മുടെ ലുലുവിന്റെ പോസ്റ്ററിന്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. ഓക്കെ, എന്നാ ഓക്കെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ടീച്ചറാണോ? അതെ, കുറച്ചൊക്കെ ഒരു ടീച്ചർ ആയിരുന്നത്. കുട്ടിയോട് ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പണ്ട് പോയിരുന്ന സമയത്ത് നിങ്ങളെ അമ്മ കാലത്ത് നിങ്ങളെ വിളിച്ചിട്ട് സ്കൂളിലേക്ക് വിടാൻ നേരം ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിരുന്നത് എന്തിനായിരുന്നു? എന്നാൽ എനിക്ക് തെറ്റി. എന്റെ അമ്മ എന്നോട് സ്കൂളിൽ പോണ്ടെന്നായിരുന്നു പറയാറ്. എന്തൊരു തന്നെ അമ്മ. അതായത് ഇപ്പൊ ഞാൻ നഴ്സറിയിലൊന്നും പോയിട്ടില്ല. ഞാൻ അത്രയും ഈ ഒരു 4-5 വയസ്സിലൊക്കെ ഭയങ്കര കുരുത്തം കെട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ റോഡിന്റെ മുകളിൽ കിടുകിടുകിടാന്ന് അങ്ങോട്ടുരുളുക അങ്ങനെയൊക്കെ ഉള്ള എന്നെ ഒന്നും കൊണ്ട് പുറത്തേക്ക് തന്നെ പോകില്ലായിരുന്നു. നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അവസാനം ടീച്ചർ പറഞ്ഞു, രാത്രി ഞങ്ങൾ കൊണ്ടുപോകരുത്, ബാക്കിയുള്ള കുട്ടികൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല. പിന്നെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എനിക്കൊരു 11 മണിയാകുമ്പോഴത്തേക്ക് വെറുതെ വയറുവേദന തുടങ്ങും. അങ്ങനെ 6-ാം ക്ലാസ് പഠിക്കുന്ന എന്റെ ചേച്ചി ഫ്രൂട്ട് ട്വിസ്റ്റ്, അതില് ജാക്ക് ഫ്രൂട്ട് ഉണ്ടാ? ഇപ്പൊ ശരിയാക്കി തരാം. ചക്ക ഉണ്ടോ? ചക്കയാണ്. ആദ്യമായിട്ടോ ഞാനും കാണുന്ന ചക്ക ഇട്ട് ബിരിയാണി അല്ലേ? വർഷങ്ങൾ ഒരുപാടായി ബിരിയാണിയാവും. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. നിങ്ങളുടെ കോപ്പറേഷന് വളരെയധികം താങ്ക് യു. ആദ്യം നമ്മുടെ